الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا റഹീമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അല്ലയോ നബിയേ, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് പറയണേ, ഭാര്യമാരോട് ഉണർത്തണേ, ലോകത്തുള്ള സർവമംഗമാരോട് മുസ്ലിം സഹോദരിമാരോട് പറയണേ, കുല്ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുസ്ലിം സഹോദരിമാരോട് പറയണേ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരല്ലേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങളുടെ മുഖമക്കന കൊണ്ട് നിങ്ങളുടേതാകുന്ന മുഖത്തേക്ക് താഴ്ത്തിയിടണേ, ജിൽബാബ് ധരിക്കണേ, അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായ മറ നിങ്ങൾ പാലിക്കണേ. എന്തിനാണ്? പരിപൂർണമായി നഗ്നത മറച്ചുകൊണ്ട് നടന്നാൽ അത് ഏത് നിലക്കുള്ള വസ്ത്രമായാലും പ്രശ്നമല്ല. അന്യരിൽ നിന്ന് പരിപൂർണമായി മറപാലിച്ച് നീ നടന്നു കഴിഞ്ഞാൽ നീ പതിവ്രതയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവാൻ എന്ന് വിശുദ്ധമായ ഖുർആൻ. നീ ഒരു സാലിഹത്തായ പെണ്ണാണ്, നീ മോശപ്പെട്ട പെണ്ണ് അല്ല എന്ന് ലോകം തിരിച്ചറിയട്ടെ. അതിനു വേണ്ടിയാണ് ഈ വസ്ത്രവിധാനം നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ذلك أدنى أن يعرف فلا يؤذين. ഒന്നാമത്തെ കാരണം അത് പതിവ്രതയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഫലാ യുഅ്ദീൻ, ഒരാളും നിന്നെ ശല്യം ചെയ്യുകയില്ല. നിന്നെ ശൂളമടിക്കാൻ, നിന്നെ പിറകിൽ നിന്ന് വിളിക്കാൻ ഒരു ചെറുപ്പക്കാരനും തയ്യാറല്ല. കാരണം നീ ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറച്ച് നടന്നവളാണ്. പരിശുദ്ധമായ ദീൻ അംഗീകരിച്ച രീതിയാണ്.